ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചന്തി പോവാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ കന്നച്ചവടക്കാരനും കന്ന് ബ്രോക്കറാണ് ഞങ്ങളെ ബാപ്റ്റിയാക്ക. അവിടെയാക്കാം, അസ്സലാമു അലൈക്കും. സുഖല്ലേ? അപ്പോൾ നമ്മൾ എവിടുത്തെ ചന്തിക്ക് നമ്മൾ പോണത്? മഞ്ചേരി പയ്യനാട് ചന്തിക്കല്ലേ? അത് ഏത് ദിവസം ഉണ്ടായാലും സാധാരണ ബുധനാഴ്ച. അപ്പോൾ ബുധനാഴ്ച ചന്തയാണ് നമ്മൾ പോകണല്ലേ? ഓ, ചന്തയിലേക്ക് കയറണം. അപ്പോൾ ആളുകൾ വണ്ടിയിലൊക്കെ പന്തെടുത്ത് പോകുന്നുണ്ട്. അതാണ് പയ്യനാട് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്കിൻ്റെ ചന്ത കേട്ടോ. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചന്തയാണ് ഈ കാണുന്നത്. ഒരുപാട് വാഹനങ്ങളും മറ്റും കാണാം. ഇതൊക്കെ ഇവിടുത്തെ ബ്രോക്കർമാരും മറ്റൊക്കെയാണ്, കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് ചന്തയിലേക്ക്. ചന്തൻ്റെ ഭാഗത്ത് ഒരുപാട് കടകളും കാര്യങ്ങളും കാണാൻ പറ്റും. ചായ കച്ചവടം കാര്യങ്ങൾ, ബൈക്കുകളും മൂരിയാളും എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ചന്തയിലേക്ക് കയറാറുണ്ട്. നല്ല കന്നാളൊക്കെ ഉണ്ട് അല്ലേ? ചന്ത കണ്ടോളി. ഇതാണ് നമ്മുടെ ചന്ത, മഞ്ചേരി ചന്ത. കാളയും ബോട്ടും മൂരും ബൈക്കുകളും എല്ലാ സാധനങ്ങളും ആയിരക്കണക്കിന് സാധനങ്ങൾ കിട്ടും. തടികൾ നല്ല മുറ പോത്തുകളാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നല്ല കാളക്കുട്ടികൾ. ഇതൊക്കെയാണ് ഈ ചന്തയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് നമ്മുടെ ആളുകൾക്ക് ചന്ത കാണാനും ഇത് എവിടെയെന്നൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ പോകുന്നുള്ളത് എൻ്റെ ഉപ്പ, മൂത്താപ്പ, അനിയന്, അതേ നമ്മളെ ബാപ്പുട്ടിയാക്ക. വണ്ടികൾ ഏതൊക്കെ സാധനം ആന്ധ്ര കന്നാളതൊക്കെ ഏകദേശം 2.5-3 കിൻറ്റലിൻ്റെ വലിയ വലിയ കാളക്കൂട്ടന്മാരാണ് ഇത് കിടക്കുന്നത്. എന്താ ചൊറുക്ക് വെക്കണത്, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കുകയാണ്. എന്താണ് നമ്മളതിൻ്റെ, അതായത് എൻ്റെ ആയിട്ടുണ്ട് 1.76. ആ വലിപ്പമെല്ലാം കാളാളാണ് അതൊക്കെ. ഒന്നും നോക്കണ്ടെന്ന് ആൾക്കാർ വാങ്ങാം. ഒരാൾക്കാർ അറിവിനും മറ്റിനും ഉപയോഗിക്കലാണ്. അടുത്തേക്കാനെ പോയി കേട്ടോ. ചിലപ്പോൾ പറയാനില്ല, ഒരു സൈഡ് കിക്കൊക്കെ ഇട്ടുകൊണ്ടല്ലേ തൊള്ളാൻ ചെല്ലുമ്പോൾ നമ്മളെ തലകൊണ്ട് ആട്ടി പോടുന്നുണ്ട്. ഏതാനും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ കാണുന്നതൊക്കെ കന്നുകളെ കൊണ്ടാൻ വേണ്ടി വന്ന വസ്തുക്കളാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയി. ഭയങ്കര ചൂടായിരുന്നു. ഓയിൽ മിൽക്ക് കുടിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഓയിൽ മിൽക്ക് സ്പെഷ്യൽ കുടിച്ച് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചോര കാണാം. എൻ്റെ ക്ലാസ്സിനോട് ചോര അസ്സലാമു അലൈക്കും.